നിലമ്പൂരിൽ മലപ്പുറത്തെ ചൊല്ലി UDF LDF വാക്പോര്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് UDFും PV അൻവറും ചർച്ചയാക്കുന്നത്. മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്ത് വലിയ തോതിൽ കള്ളക്കടത്തും ഹവാല ഇടപാടും നടത്തുന്നതായും ഇതിലൂടെയുള്ള പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായും പറഞ്ഞിരുന്നു. ഈ പരാമർശമാണ് വീണ്ടും ചർച്ചയാകുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, വീണ്ടും ഈ വിഷയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. എന്തൊക്കെയാണ് പുതിയ വാദങ്ങൾ? വീണ, തീർച്ചയായിട്ടും വീണ്ടും മലപ്പുറം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. നമുക്കറിയാം, മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ ഇത്തരത്തിൽ മലപ്പുറത്ത് വലിയ രീതിയിൽ ഹവാലയും കള്ളപ്പണ ഇടപാടും നടക്കുന്നു, ഇതിലൂടെയുള്ള പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് അത് വലിയ വാർത്തകളായിരുന്നു. മാത്രമല്ല, അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിൽ വിശദീകരണം തേടുകയുണ്ടായി. ചീഫ് സെക്രട്ടറിയോട് ഉൾപ്പെടെ റിപ്പോർട്ട് തേടുന്ന ഒരു സ്ഥിതി അന്ന് ഉണ്ടായിരുന്നു. നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതും മറ്റുമൊക്കെ അന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമാണ്. ഏതായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ UDF വലിയ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ആണെങ്കിലും അതല്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയ VD സതീശനാണെങ്കിലും ഒപ്പം തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും ഒക്കെ സജീവമായിട്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയും CPM ഒക്കെ മലപ്പുറത്തെ പൂർണ്ണമായും അവഹേളിക്കുകയും തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഒപ്പം മലപ്പുറത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഈ P ജയരാജൻ പുസ്തകത്തിലൂടെ മലപ്പുറത്തെ അവഹേളിച്ചു, അതുപോലെ തന്നെ A വിജയരാഘവൻ മലപ്പുറത്തെ അവഹേളിച്ച് സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ UDF പ്രചാരണ രംഗത്ത് ഇത്തരത്തിലൊരു വിഷയം ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ PV അൻവറും ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയുണ്ടായി. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ ആ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലെ കാര്യങ്ങൾ വീണ്ടും എടുത്തു പറയുകയായിരുന്നു അൻവറും ചെയ്തത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇത്തരത്തിൽ മലപ്പുറം വിഷയം ഈ UDFും അൻവറും ഒക്കെ ഉയർത്തുന്ന സമയത്ത് അതേ മലപ്പുറം ജില്ലാ രൂപീകരണത്തെ പറഞ്ഞുകൊണ്ടാണ് LDF ഇതിനെ എതിർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായ സ്വരാജ് ഉൾപ്പെടെ പറയുന്നത് മലപ്പുറം രൂപീകരണത്തിന് എതിരായിരുന്നു UDF എന്നുള്ളതാണ്. അന്ന് UDF വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആയിരുന്നു ഈ മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് ഇതിനെതിരെ സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് കാരണമായത് അത് EMS ആണ്. EMSന്റെ നിലപാടുകളാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് തന്നെ കാരണമായത് എന്നുള്ളതാണ്. അന്ന് മുസ്ലിം ലീഗ് മുന്നണിയുടെ ഭാഗമായിരുന്നുവെങ്കിൽ പോലും മുസ്ലിം ലീഗിന്റെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം ഇടതുപക്ഷം വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് മലപ്പുറം ജില്ല ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മലപ്പുറം ജില്ലാ രൂപീകരണത്തെ പോലും എതിർത്ത ആളുകളാണ് UDF. അവരാണ് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഇത്തരമൊരു വിഷയം ഉയർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF തിരിച്ചടിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയം മലപ്പുറവുമായി ബന്ധപ്പെട്ട രണ്ട് തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് നിലമ്പൂരിലെ പോരാട്ടത്തിൽ ഇപ്പോൾ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി അരുൺ.